ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മെ നയിക്കുന്ന ശക്തിയാണ് വന്ദേ മാതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. വ്യോമസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്നും മന്ത്രി. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 99.95% വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ശിക്ഷാവിധി ഈ മാസം 12-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ കട്ടക്കിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. വന്ദേ മാതരം എന്ന മന്ത്രം രാജ്യത്തിന് ശക്തിയും പ്രചോദനവും നൽകുകയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരുകയും ചെയ്തതായി ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് വന്ദേ മാതരത്തെ സ്മരിക്കുന്നത് സഭാംഗങ്ങൾക്കും രാജ്യത്തെ പൗരന്മാർക്കും അഭിമാനമാണെന്നും വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ ആ മഹത്തായ അധ്യായവും മഹത്വവും പുനഃസ്ഥാപിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മെ നയിക്കുന്ന ശക്തിയാണ് വന്ദേ മാതരമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. भारत हर चुनौतियों को पार करने में सामर्थ्य है. वंदे मातरम के भाव की वो ताकत है. वंदे मातरम ये सिर्फ गीत या भावगीत नहीं, ये हमारे लिए प्रेरणा है. राष्ट्र के प्रति कर्तव्यों के लिए हमें झकझोरने वाला काम है और इसलिए हमें निरंतर इसको करते रहना होगा. हम आत्मनिर्भर भारत का सपना लेकर के चल रहे हैं, इसको पूरा कर रहा है. वंदे मातरम हमारी प्रेरणा है. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ചർച്ച സഭ ഏറ്റെടുക്കുകയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. രാജ്യം കോളനി വാഴ്ചയ്ക്കെതിരെ പോരാടിയ ദുഷ്കര സമയങ്ങളിൽ ദേശഭക്തി തുളുമ്പുന്ന ഈ ഗാനം മാർഗദീപവും പ്രതീക്ഷയും നൽകിയതായി അദ്ദേഹം പറഞ്ഞു. 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. വന്ദേ മാതരത്തെക്കുറിച്ച് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഭാവി തലമുറകൾക്ക് പ്രചോദനമേകുന്ന ചരിത്രരേഖയായി മാറിയിരിക്കുന്നതായി BJP MP അനുരാഗ് താക്കൂർ. ലോക്സഭയിൽ വന്ദേ മാതരം ചർച്ച ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാതിരുന്നതിനെ ഭരണപക്ഷം നിശിതമായി വിമർശിച്ചു. വന്ദേ മാതരം ഇന്ത്യയുടെ ഐക്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായതിനാൽ ഇത് സംബന്ധിച്ച ചർച്ച വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് BJP MP മനോജ് തിവാരി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ സെസ് ബിൽ 2025 രാജ്യസഭ ഇന്ന് പരിഗണിച്ചു. പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുടെയും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സമാന ഉൽപ്പന്നങ്ങളുടെയും മേൽ സെസ് ചുമത്താനും അതിൽ നിന്നുള്ള വരുമാനം പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കുമായി ചെലവഴിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ബിൽ എന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യം 2013-14 29.17% നിന്ന് 2022-23 11.28% കുറഞ്ഞുവെന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി. ഈ കാലയളവിൽ ഏകദേശം 24.8 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം വ്യക്തമാക്കി. 2011-12 27.12% ഉണ്ടായിരുന്ന ഇന്ത്യയുടെ കടുത്ത ദാരിദ്ര്യ നിരക്ക് 2022-23 5.25% കുറഞ്ഞതായും അന്താരാഷ്ട്ര ദാരിദ്ര്യ രേഖയെക്കുറിച്ചുള്ള ലോകബാങ്ക് റിപ്പോർട്ട് ഉദ്ധരിച്ച് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. രാവിലെ 7-ന് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6-ന് അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലേക്കാണ് 1ാം ഘട്ടമായ നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ആകെ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആകെ 15,432 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ 480 പ്രശ്നബാധിത ബൂത്തുകളാണ്.
വോട്ട് ചെയ്യുന്നതിനായി സമ്മതിദായകർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതണം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ വോട്ടർ ഒരു വോട്ട് മാത്രം ചെയ്താൽ മതി. ത്രിതല പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് വോട്ടിംഗ് മെഷീൻ സജ്ജീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ വാഹന സൗകര്യം ഒരുക്കുന്നത് കുറ്റകരമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അനുവദിക്കുന്നയാളെ മാത്രമേ അവശ്യഘട്ടത്തിൽ സമ്മതിദായകനോടൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. വോട്ടെടുപ്പ് അവസാനിക്കുന്ന 6 മണിവരെ പോളിംഗ് സ്റ്റേഷനിൽ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനിൽ നോട്ട സംവിധാനമില്ല. അതുപോലെ വിവിപാറ്റ് മെഷീനും ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് അവധി ബാധകമല്ലെങ്കിലും ഭരണ സേവന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കും. പ്രതിഫലം യഥാസമയം ലഭ്യമാക്കുന്നതിനായി പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ബാങ്ക് വിവരങ്ങൾ നൽകണമെന്ന നിർദ്ദേശം. ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതുവരെ നൽകാത്തവർ എത്രയും വേഗം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്താകെ 50,95,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 50 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,72,22,745 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇത് സംസ്ഥാനത്ത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 97.74%. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ ഈ മാസം 19 നടക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗെബ്രിയേസിസ്, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. വ്യോമസുരക്ഷ സർക്കാരിന്റെ മുൻപിയ പരിഗണനയായതിനാൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി K രാമോഹൻ നായിഡു രാജ്യസഭയെ അറിയിച്ചു. വിമാനങ്ങൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ഈ സാഹചര്യത്തെ നിസ്സാരമായി കാണുന്നില്ലെന്നും ഇക്കാര്യത്തിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം യാത്രക്കാർ നേരിടുന്ന അസൗകര്യം എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് ഷെഡ്യൂൾഡിംഗ് സിസ്റ്റത്തിലെ തകരാറല്ലെന്നും ഇൻഡിഗോയുടെ ക്രൂ റോസ്റ്ററിംഗും പ്രവർത്തന ആസൂത്രണവുമാണ് കാരണമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ വിമാനയാത്രാ പ്രതിസന്ധിയെ തുടർന്ന് ഡിസംബർ 1-നും 7-നും ഇടയിൽ 5,86,700-ലധികം PNRകൾ റദ്ദാക്കുകയും തുക തിരികെ നൽകുകയും ചെയ്തതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. 569 കോടിയിലധികം രൂപയാണ് റീഫണ്ടായി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. ഈ മാസം 12-ന് ശിക്ഷ വിധിക്കും. കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതിയുടെ വിധി പ്രസ്താവം. കുറ്റക്കാരെന്ന് കോടതി വിധിച്ച പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. 1-ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 7 മുതൽ 10 വരെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കട്ടക്കിലെ ബരാമതി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്ക് നടക്കും. വരാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി ടീമിൽ സ്ഥിരം സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സഞ്ജു സാംസൺ അടക്കമുള്ള യുവതാരങ്ങൾക്ക് ഈ പരമ്പരയിലെ പ്രകടനം നിർണായകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മെ നയിക്കുന്ന ശക്തിയാണ് വന്ദേ മാതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. വ്യോമസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യം സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും മന്ത്രി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 99.95% വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ശിക്ഷാവിധി ഈ മാസം 12-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ കട്ടക്കിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.